നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു തലമുറ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഈ അവസ്ഥയിൽ അത് നശിപ്പിക്കുക, അവർക്ക് താമസിക്കാനായിട്ട് കൊടുക്കുന്നത് പൊളിച്ചു മാറ്റുക എന്നൊക്കെ പറയുമ്പം അത് ഉണ്ടാക്കിയ ആളുകളെ വേദന മനസ്സിലാക്കുക എന്നുള്ളതും ഒരു ധാർമ്മിക വശം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ സബ്ജക്റ്റിൽ നമുക്ക് മാറിയിട്ട് നമുക്ക് ഇതിൻ്റെ പിന്നെ ഈ സാമൂഹിക വശത്തോടുകൂടി തന്നെ അതിൻ്റെ സാമ്പത്തിക വശം. അപ്പം ഒരു വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ ഇതിപ്പം 70 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. ഈ വീടിൻ്റെ ആദ്യ രൂപം നമുക്ക് കാണാം. ഇത് സാധാരണ ഒരു കോഴിക്കോട് കാരപ്പുറമ്പിനടുത്തുള്ള ഒരു വീടാണ്. രാമനാഥപുരം എന്ന് പറഞ്ഞ ഒരു വീട്. പഴയ ഈ വരാന്തകളുണ്ട്. ഈ ഫോർട്ടിക്കോ ഇത്ര മാത്രമേ ഉള്ളൂ. പിന്നെ വലിയ കേടുപാടൊന്നുമില്ല. ഒരു 70 വർഷത്തോളം പഴക്കമുള്ള ഒരു പഴയ വീട്. ഇതിൻ്റെ റൂമിനൊക്കെ നല്ല തട്ടും വരെയൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അതിൻ്റെ വീട് ഉയർത്തേണ്ടി വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പഴയ വഴിയാണ് റിനോവേഷനിൽ അതിൻ്റെ പുതിയ വഴിയായിട്ട് ഇത് മാറി. ഇതിൻ്റെ പഴയ ഫോട്ടോ ആണ്. ഇതിൻ്റെ ഫോർട്ടിക്കോ പൊന്തിച്ചിട്ടില്ല. ഇവിടെ കഴുക്കോലും പട്ടിയിട്ടതാണ്. ആ ഏരിയയിൽ നമ്മൾ ഇപ്പോൾ ഒരു റൂം പുതുതായിട്ട് എടുത്തു. ഇവിടെ വാർത്തു. ആ കഴുക്കോലും പട്ടികയെ ഇറക്കി മാറ്റി. നല്ല കല്ലാണ്, നല്ല കല്ല് പണിഞ്ഞതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ഫ്ലോർ ഇവിടെ ഒരു സ്ലാബ് ചെയ്തു. ആ സ്ലാബിൻ്റെ മുകളിൽ വീണ്ടും കല്ല് വെച്ച് പടവ് ചെയ്തു. ഘനം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്ന ഹോളോ ബ്രിക്സ് നമ്മൾ പഴയ വീട് റിനോവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഒരു കല്ല് 45 കിലോ ആണ്. അറിയാമല്ലോ ഇപ്പോഴത്തെ മിഷൻ കല്ല്. ഇവിടെ എക്സ്ട്രീ ആണെങ്കിൽ പോലും 40 കിലോ ഉണ്ടാവും. അപ്പോൾ ഈ 45 കിലോ ഉള്ള കല്ല് ഇതിൻ്റെ മുകളിൽ കരുന്നതിന് പകരം 12 കിലോ മാത്രം ഘനമുള്ള ഹോളോ ബ്രിക്സുകളുണ്ട് മണ്ണിലുണ്ടാക്കുന്നത്. അത് ബാംഗ്ലൂർ ഭാഗത്തൊക്കെ ധാരാളം കിട്ടും. അപ്പോൾ ആ ബ്രിക്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലേക്കുള്ള പടവ് നിശ്ചയിച്ചത്, പടവ് നടത്തിയത്. ആ പടവ് നടത്തി കഴിഞ്ഞാൽ ഈ അവസ്ഥയിലുള്ള വീടിൻ്റെ മുകളിൽ ഒരു നല്ല ഭംഗിയുള്ള റൂം അവിടെ കിട്ടി. ഇതിൻ്റെ പുറത്തേക്ക് ചെറിയൊരു എക്സ്റ്റൻഷൻ, ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടിക്ക് വേണ്ടി ചെറിയൊരു കഴുക്കോലും പട്ടികയും കൊടുത്ത് ഒരു വരാന്ത അടിച്ചു. അതുപോലെ തന്നെ ഇതിൻ്റെ നേരത്തെ കണ്ട ഫോട്ടോയിൽ ഇത് സ്ട്രെയിറ്റ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഒരു മുഖപ്പടിച്ചു. ഇവിടെ നീളൻ വരാന്തയായിരുന്നു. ആ വരാന്തേൻ്റെ ഇവിടെ 3 ജനലുകൾ, നീളൻ ജനലുകൾ അവിടെ സെറ്റ് ചെയ്തു. അതൊരു ഫോയർ വരെയായിട്ട്. ആ ഫോയർ വരെയായിട്ട് ഇരുന്ന സ്ഥലത്തിൽ കൂടെ നമുക്ക് ഈ വീട്ടിലേക്ക് ഇതിൽ 2 എൻട്രൻസ് ഉണ്ട്. ആ പോർട്ടിക്കോയിലേക്കും കയറാം, ഈ വരാന്തയിൽ കൂടിയും കൊടുക്കാം. ഇതതിൻ്റെ പഴയ ഇടനാഴിയാണ്. പഴയ ഇടനാഴിയിൽ പുതിയ ടൈലിട്ടു, അത് മാറ്റി. ഇതിൻ്റെ പഴയ നേരത്തെ കണ്ട ഫോട്ടോ ഇതിൻ്റെ പഴയ ഡൈനിങ് റൂം ആയിരുന്നു. ഇപ്പോഴത്തെ പുതിയ ഡൈനിങ് റൂം. ഇതിൻ്റെ പഴയ കിണർ വെള്ളം കോരുന്ന ഭാഗം ഇവിടെ പഴയൊരു ജാനമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പൊളിച്ചു മാറ്റി. ഈ ഒരു അത് കണ്ടോ, കോൺക്രീറ്റിൻ്റെ ആദ്യകാല പ്രവേശനമാണ്. ഈ പ്രവേശനം നടന്ന കോൺക്രീറ്റിൻ്റെ ആദ്യകാല പ്രവേശനത്തിൽ വന്ന ഫസ്റ്റ് ഡാമേജാണ് ഈ കാണിക്കുന്നത്. എക്സ്പോസ് ചെയ്തു. പ്രകൃതിയിലേക്ക് ഈ സിമെൻറ്റും കമ്പിയും കട്ടയും വെച്ചിട്ട് വെറുതെ എക്സ്പോസ് ചെയ്തു. ആ ഏരിയ മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു. നമ്മൾ ആ ഏരിയ ഡിമോളിഷ് ചെയ്തു, അത് ഒഴിവാക്കി. അതിന് മനോഹരമായ ഒരു വിഷ്വൽ ബ്യൂട്ടിയുള്ള ഒരു വരാന്തയാക്കി മാറ്റി. അവിടെ ആ പറയുന്ന എന്താ പറയുക, ഒരു പൈസക്കാരാണെന്ന് കാണിക്കാൻ വേണ്ടി കിട്ടുന്ന സാധനമാണ് ഈ ഒരു സെറ്റപ്പ്. പണ്ട് കാലത്ത് കുറച്ച് പൈസൻ്റെ കണ്ടൊന്ന് പത്തായി കണ്ടിട്ടുണ്ടോ? ഒരു 40 വർഷം മുൻപുള്ള ഒരു വീട്ടിൽ കോൺക്രീറ്റിൻ്റെ അധിനിവേശം ഉണ്ടായ സമയത്ത്, കോൺക്രീറ്റിന് ആക്രമണം ഉണ്ടായ സമയത്ത് മുഴുവൻ കോൺക്രീറ്റ് ചെയ്യാൻ ടെക്നോളജിയോ പണമോ ഇല്ലാത്ത ആൾക്കാർ ചെറുതായി ഫ്രണ്ടിൽ ഇങ്ങനെ സാധനം ആ സാധനം പൊളിച്ചു മാറ്റി. എന്നിട്ട് അതിന് നമ്മുടെ വരാന്തയിൽ നിർത്തി. ഈ പഴയ കിണറിൻ്റെ അടുത്ത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡ് കൊടുത്തു. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ആ കിണർ തന്നെ മാറ്റി മാറ്റി, കിണറിനെ പോലും സ്ക്വയറാക്കി മാറ്റി. അപ്പം അങ്ങനെ ഒരു വീടിനെ നമുക്ക് മാറ്റി മറിക്കാം. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യും. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വീടിനോടുള്ള സമീപനം, ഒരു വീടിനെ, ഒരു പഴയ വീടിനെ എങ്ങനെ നിലനിർത്താം, അതിനെ എങ്ങനെ ഭംഗിയാക്കി നിർത്താം എന്നുള്ളതിന് ഒരു തെളിവാണത്. ഈ വീട് നൽകുന്ന ഭംഗി നമ്മളിന്ന് 50 ലക്ഷം റുപ്യ ചിലവാക്കിയ വീടുണ്ടാക്കിയ അവർ കിട്ടില്ല. 50 ലക്ഷം റുപ്യ ഉണ്ടാക്കിയ വീട്ടിലും AC ഇല്ലാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇതിനുള്ള സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങാൻ നമുക്ക്. കാരണം പലക, അതിന് മുകളിലുള്ള ഒരു തട്ടുപുര, ആ പുരയിലുള്ളത് എയർ കൂളായിട്ട് മാറും. അതായത് ഹോട്ട് എയർ കാറ്റിൻ്റെ ഈ ചെറിയ ജാലകങ്ങൾക്കിടയിലൂടെ ആ കാറ്റ് ആ എയറിനെ കൺട്രോൾ ചെയ്യും. അതോടുകൂടി വീട് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് വീട് വളരെ കൂളായിരിക്കും. ഈ ഒരു പ്രക്രിയ ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല. നമ്മളെ പൂർവികന്മാർ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ള, ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള, ഇവിടെ നേരത്തെ വിവരിച്ച പോയി ഫ്രണ്ട്ലി, എക്കോ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ സസ്റ്റൈനബിലിറ്റി എന്നൊക്കെ പറയുന്ന, സുസ്ഥിരത എന്നൊക്കെ പറയുന്ന
ആ അവസ്ഥേൻ്റെ ഏറ്റവും പ്രാഗുരൂപമാണത്. ഇതിനെയാണ് നമ്മൾ തകർത്തത്. ഈ വീടിൻ്റെ മനോഹാരിത ഇന്നുണ്ടാക്കുന്ന കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കോ അതിൻ്റെ മുകളിൽ അടിക്കുന്ന ആ ഷീറ്റ് ഉണ്ടല്ലോ, പച്ചയും ചോപ്പും ഷീറ്റ്, ആ ഷീറ്റിനോ ഒരിക്കലും കിട്ടില്ല. അത് ഈ ഒരു സ്റ്റൈലും ഈ ഒരു കോൺസെപ്റ്റും നമ്മളെ ബ്ലഡിലും നമ്മളെ സംസ്കാരത്തിലും നമ്മളെ കോൺസെപ്റ്റും അലിഞ്ഞു ചേർക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ പറയും ഒരു നടുമുറ്റുള്ള വീടിനെ കുറിച്ച് ആലോചിക്കും. ഈ നടുമുറ്റുള്ള വീട് ഇപ്പോൾ പലപ്പോഴും നമ്മളൊരു പുതിയ വീടുണ്ടാക്കുമ്പോൾ പറയുന്ന അല്ലെ പഴയ വീട് ഒരു നടുമുറ്റം കിട്ടും അവിടെ ഒക്കെ. എന്തിനാ നടുമുറ്റം? നടുമുറ്റം ഉണ്ടെങ്കിലേ വീടാവുള്ളൂ. നടുമുറ്റം ഏത് സ്ഥലത്താണ് ഉണ്ടായത്? നടുമുറ്റം അധികം ഉണ്ടായിട്ടുള്ളത് ഈ പറയുന്ന കോട്ടയം, എറണാകുളം അല്ലെങ്കിൽ തെക്കോട്ടുള്ള ഭാഗങ്ങളിലുള്ള വീടുകളിൽ അവരുടെ കാർഷിക വ്യവസ്ഥയനുസരിച്ച് ഈ ക്രോപ്പ് ഉണക്കാനും അല്ലെ അവർക്ക് കിട്ടുന്ന ധാന്യങ്ങളൊക്കെ നടുമുറ്റത്ത് ഉണക്കാനും ആ നടുമുറ്റത്ത് വലിയ ഏരിയ ഉണ്ടാവും. ഒരുപാട് ആൾക്കാർക്ക് കിടന്നുള്ളതാണ്. അന്ന് ഒരുപാട് ആൾക്കാർ വീട്ടിലുണ്ടാവും. എല്ലാവർക്കും സെപ്പറേറ്റ് റൂമൊന്നുമില്ല. കല്യാണം കഴിച്ചവർക്ക് മാത്രമേ സെപ്പറേറ്റ് റൂം ഉണ്ടാവുള്ളൂ. അല്ലാത്തവർക്ക് ഈ പറയുന്ന വരാന്തര ചായപ്പരോ എവിടെയെങ്കിലും പോയി കിടന്നുള്ളൂ. രാവിലെ ആകുമ്പോൾ എല്ലാവരും അടുക്കളയിൽ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഉണ്ടായ കൺസെപ്റ്റാണ് ഈ നടുമുറ്റം. അത് തന്നെ വളരെ വ്യക്തമായിട്ട് ഒരിക്കലും വഴിക്കലിച്ച് നടുമുറ്റത്ത് 35 കൊല്ലം മുന്നേ ആരും വീണില്ല. കാരണം എന്താ അറിയോ? അത് ശരിക്കും 6 അടി സ്ലോപ്പ് കൊടുത്തിട്ട് നിറയെ 4 പില്ലർ ഇട്ടിട്ട് അതിലേക്ക് നിർത്തിയതാണ് നടുമുറ്റങ്ങൾ. ആ നടുമുറ്റത്തുനിന്ന് വെള്ളം ഒരിക്കലും ഇറച്ചാത്തുകളിലേക്ക് തെറിക്കുക. ആ നടുമുറ്റം ഭംഗിക്ക് വേണ്ടിയിട്ടല്ല,